ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോർത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുൻ. അപ്പോൾ അവരെ കെട്ടിയിട്ടേക്കായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അഴിച്ച ശേഷം അവന്മാർ തമ്മിൽ പൊരിഞ്ഞട്ടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലു പിടിച്ചു. ലാസ്റ്റ് എല്ലാവന്മാരെയും അടിച്ച് ചുരുട്ടി ഒരു മൂലക്കേക്കാക്കി അർജുൻ. അപ്പം അതിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ന് താലി കിട്ടിയില്ലെങ്കിൽ മീനുവിൻ്റെ കാര്യം അവതാളത്തിലാകുമെന്ന് നന്നായിട്ട് അറിയാം. അപ്പം നമ്മുടെ അർജുനും ഉണ്ട്, അതുപോലെ തന്നെ ദിനേശും ഉണ്ട് കേട്ടോ. ഇപ്പം ഇവർ രണ്ടുപേരോടാണ് ചെന്നിരിക്കുന്നത്. അപ്പം മീനു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയില്ലല്ലോ. അപ്പോൾ ഇവന്മാരെ കൂട്ടി അവിടെ എന്താ പറയുക അടിച്ചൊതുക്കുക സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ താലി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അതേ നോക്കിയിരിക്കുകയാണ്. അപ്പം മീനുവിനെ രക്ഷിക്കാനായതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിലാണ് അർജുൻ ഇരിക്കണത്. അപ്പോൾ ഇങ്ങനെ മീനു ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കാഞ്ചന നേരെ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോഴത്തേനും എല്ലാത്തിനെയും പറയുക അർജുൻ പോലീസിനെയൊക്കെ വിളിച്ച് വരുത്തി. അപ്പോൾ ഈ പോലീസിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അർജുനും ദിനേശൂടെ. അപ്പോൾ പോലീസുകാർ വന്നു. അപ്പോൾ സാർ ഇവരാണ് സാർ മാല മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ശരി, ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷൻ വരെ വരണം. അവിടെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അതിനുശേഷം പോയിക്കോളൂ. ശരി സാർ എന്ന് പറഞ്ഞു. അപ്പം അർജുൻ നോക്കിയിരുന്ന് കരയാം. അർജുൻ, എന്തായാലും എന്താടാ ഇത്, എടുക്കം താലിമാല തിരിച്ചു കിട്ടിയില്ലേ, നീ എത്രയും വേഗം ഇത് മീനുവിൻ്റെ കഴുത്തിൽ കെട്ട് എന്ന് പറഞ്ഞു ദിനേശ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കണ്ണീര് വരുന്നത്. എന്താണെങ്കിലും അമ്മയുടെയും ചേച്ചിയുടെയും മുന്നിൽ ജയിക്കാനായതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കാഞ്ചന റൂമിലേക്ക് വന്നു. കാഞ്ചന റൂമിലേക്ക് വരുമ്പോഴത്തേനും മീനു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടി വന്നിട്ട്, അയ്യോ ഇതെന്താ ഇത്, എൻ്റെ പൊന്നുമോള് പോവാണല്ലേ, അല്ല ഇതെന്താ മോള് പാക്കൊന്നും ചെയ്തില്ലേ, അതെന്താ, സാരില്ല കേട്ടോ, ചേച്ചി സഹായിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന വേഗം തന്നെ അവളുടെ ബാഗ് എടുത്ത് അതിനേക്ക് തുണിയെല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മീനു കണ്ട ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം മീനു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു പ്രഭ. വാടി ഇങ്ങോട്ട്, അമ്മ ബാഗ് എടുത്തോ എന്നൂടെ പറഞ്ഞു. അപ്പം പ്രഭ ബാഗ് എടുത്ത് പുറകെ തന്നെ. എന്നിട്ട് ഈ നമ്മുടെ കാഞ്ചനയാണെങ്കിൽ മീനുൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു. വീട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശനും അച്ഛനും അങ്ങോട്ടേക്ക് വന്നു. കാഞ്ചനെ നീ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചോ. കാഞ്ചന നീ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, സന്ധ്യാവിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇത്രയും സമയം കഴിഞ്ഞു, ഇനി ക്ഷമയില്ല. ഇനി ഇവളുടെ കെട്ടിയോൻ ഇതുവരെ താലിമാലയായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഇവൾ വീടിന് പുറത്ത് എന്ന് പറഞ്ഞു. കെട്ടിയെടുത്ത് നീ നിന്റെ വീട്ടിൽ പോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരുടെ മീനുവിനെ പിടിച്ചിറക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം അച്ഛനും മുത്തച്ഛനും അവിടെ നിൽപ്പുണ്ട്. കാഞ്ചനെ നീ എന്താടി പറയണത് എന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാനല്ലേ പറയണത് എന്ന് ചോദിച്ചു മീനുവിനെ പിടിച്ചൊരു തള്ള. അപ്പം മീനു നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ അർജുൻ്റെ കൈകളിലേക്കാണ് കേട്ടോ. അപ്പം രണ്ടുപേരുടെയും പേടിയായി. ഇതെന്താ ഇവൻ ഈ സമയത്ത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയെങ്കിലും ഇവളെ അടിച്ചിറക്കാം എന്ന് കരുതി തന്നെയാണ് നിന്നത്. അപ്പോഴത്തേനും അർജുൻ വന്നു. അർജുൻ വന്നിട്ട് നേരെ മീനുവിൻ്റെ കയ്യും പിടിച്ച് നീ വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഇവളെയും കൂട്ടിക്കൊണ്ട് കയറി വരികയാണ്. കയറി വന്നുടനെ തന്നെ കാഞ്ചന ചീറി അങ്ങോട്ടേക്ക് അടുക്കുകയാണ്. നീ എന്താടാ കാണിക്കുന്നത്? 10 നാൾ കാലിൽ ഡാലിതേ കണ്ടുപിടിച്ച് നീ ഇവളുടെ കഴുത്തിൽ കെട്ടുമെന്ന് നീ ഇവിടുന്ന് ഒരു വീരൻ വന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് വെറും കൈയോടെ വന്നിരിക്കുന്നു. നല്ല സമയത്താണ് വന്നത്. ആദ്യം നീ ഇവളെ വീട്ടിൽ കൊണ്ട് വിടറ എന്ന് പറഞ്ഞു കാഞ്ചന. എന്താടാ നീ ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കുന്നത്? കൊണ്ട് വിടറ. പന്തായത്തിൽ നിങ്ങൾ തോറ്റു. ഇനി ഈ വീട്ടിൽ ഇവള് വരരുത്, ഇവിടെ കണ്ടുപോകരുത്. ഞാൻ എന്തിനു മീനുവിനെ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് ചോദിച്ചു. എന്താടാ നീ മാറ്റി പറയണത്? നീ തന്നെയല്ലേ താലി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവളെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? മറന്നു പോയോ? പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് നീ ഇവളെ വീട്ടിൽ കൊണ്ട് വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. താലിമാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചു അർജുൻ. ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ കാഞ്ചനയും പ്രഭയും. പക്ഷെ അച്ഛനും മുത്തച്ഛനും ഭയങ്കര ഹാപ്പിയായി. നീ എന്താ പറഞ്ഞത്? നഷ്ടപ്പെട്ട താലി ഇന്ന് ഞാൻ ഇവളുടെ കഴുത്തിൽ കെട്ടു എന്നാ പറഞ്ഞത്. എന്താ അത് ഓർമ്മയില്ലേ? എൻ്റെ വാക്ക് ഞാൻ പാലിക്കും. എന്താ മനസ്സിലായോ? അപ്പോൾ അർജുൻ കയ്യിലിരുന്ന താലി എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഞെട്ടി ഷോക്കായി പോയി കേട്ടോ. മീനുവിന് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മുത്തശ്ശനും അച്ഛനും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഇനി എന്ത് പറയാനാ? അപ്പോൾ ഇതിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അഭിമാനത്തോടെ അർജുൻ. എന്നിട്ട് കല്യാണം കോളനിയിലെ ഒരു ക്രിമിനലാ മീനുവിൻ്റെ കഴുത്തിൽ നിന്ന് മോഷ്ടിച്ചത്. അവനിൽ നിന്ന് സാഹസപ്പെട്ട് ഞാനത് തിരികെ വാങ്ങി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ ദിവസം തന്നെ ഞാൻ താലിയായിട്ട് വന്നു. പന്തയത്തിൽ ജയിച്ചത് ഈ ഞാനാ. എന്താ ശരിയല്ലേ? നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഉത്തരവില്ലല്ലോ. ഒന്നും പറയാനില്ലേ? ചേച്ചിക്ക് എന്താ പറയാനില്ലാത്തത്?
എന്നാൽ ഞാൻ പറയാം, ജയിച്ചത് ഞാനായതിനാൽ മീനു ഇനി എങ്ങോട്ടും പോണില്ല. അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും, സന്തോഷത്തോടെ ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറഞ്ഞു അർജുൻ. ഇനി ഇനി ഇവക്ക് ജാതകദോഷമാണ്, താലി ഭാഗ്യമില്ല, അത് ഇത് എന്നൊന്നും പറഞ്ഞേക്കല്ല. ഇനി ആൾക്കാർ ഇവിടെ മിണ്ടിപ്പോവരുത്, പറഞ്ഞേക്കാം. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട്, അല്ല, കല്ലാടൻ കോളനി പോയി നീ താലിമാല കൊണ്ടുവന്നോ? അതൊരു മോശം ഏരിയല്ലേ മോനെ എന്ന് ചോദിച്ചു അച്ഛൻ. അതെ, അത് മോശം ഏരിയയാണ്. കുറച്ച് ജോലി ചെയ്യേണ്ടി വന്നു ഇത് തിരികെ കിട്ടാൻ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പുറപ്പെട്ടത്. മീനുവിൻ്റെ അഭിമാനം രക്ഷിക്കാനായിട്ട് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരെ ഇടിച്ച് താഴെയിട്ട കഥയൊക്കെ നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഷോക്കായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറയാ, കണ്ടോടി എൻ്റെ പേരക്കുട്ടി ഹീറോയാ, വെറും ഹീറോ അല്ല, ഡബിൾ ഹീറോ. എങ്ങനെയുണ്ട്, നീ കണ്ടു പഠിക്കടി എന്ന് പറഞ്ഞു പ്രഭയോട്. അപ്പം മിണ്ടാതെ നിൽക്കുക. എൻ്റെ പൊന്നോ, ഒന്ന് ചിരിക്കണ്ടേ മീനു, പറഞ്ഞതുപോലെ അവൻ താലി കൊണ്ടുന്നില്ലേ. എടാ അർജുൻ, നീ മീനുവിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറിപ്പോ, നേരവിളക്ക് കത്തിച്ച് താലി അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ മീനുവിൻ്റെ കയ്യും പിടിച്ച് നേരെ പൂജാ റൂമിലേക്ക് പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് മീനുവും അർജുനും. അപ്പോൾ അവിടെ നിന്നു മേനുവിന് ഭയങ്കര ഹാപ്പിയായി. മീനിൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന ആ താലിയൊക്കെ ഊരി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും അച്ഛനോടെ വന്നു. അവർ രണ്ടുപേരുടെ ദേ എന്നാൽ പിന്നെ താലി കഴുത്തിൽ കെട്ടിക്കൊടുക്കും മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ മീനും ആ കഴുത്തിൽ കിടന്നത് ഊരി, എന്നിട്ട് ഇത് അർജുൻ കഴുത്തിൽ അണിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കൂടി തന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അച്ഛനും മുത്തശ്ശനും ഭയങ്കര ഹാപ്പിയായി. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ താലി അവളുടെ കഴുത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കാം. ഇനി ഇവൾക്ക് താലിഭാഗ്യം ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് അച്ഛനും പറഞ്ഞു കേട്ടോ. അപ്പം നന്നായി വരും എന്ന് പറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഇതാണ് സ്നേഹം. നീയാണടാ ആൺകുട്ടി, നീ തന്നെയാ കെട്ടിയ താലിക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായവൻ. അവനാണ് യഥാർത്ഥ പുരുഷൻ. മീനു, നിന്നോട് അച്ഛനൊരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇവൻ. അത് വൈകിയാണെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അല്ലേ മീനു എന്ന് ചോദിച്ചു. അപ്പം മീനുവിന് ഭയങ്കര സന്തോഷത്തിൽ ആ എന്ന് പറഞ്ഞ് മീനു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അച്ഛാ വാ എന്ന് പറഞ്ഞ് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം മീനു ഭയങ്കര ഹാപ്പി ആയിട്ട് അർജുൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ പറയണ്ടേ, എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കേണ്ടേ എന്നൊന്നും അറിയാത്തൊരവസ്ഥ. അർജുൻ എന്ന് വിളിച്ചു. എന്താ മീനു? നന്ദിയുണ്ട് അർജുൻ എന്ന് പറഞ്ഞു. എന്തിനാ നീ നന്ദി പറയണത്? ഈ ജീവൻ പണയപ്പെടുത്ത് ആ താലിമാല വീണ്ടെടുത്തത്, അതിന് എന്ത് നന്ദി പറഞ്ഞാലും അർജുൻ മതിയാവുക? എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് തടഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് അമ്മയോടും ചേച്ചിയോടും ഒക്കെ എതിർത്ത് സംസാരിച്ചു, എന്നും എൻ്റെ കൂടെ ഇങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതിനൊക്കെ ഞാൻ നിന്നോട് നന്ദി പറയണ്ടേ അർജുൻ? എന്താ ശരിയല്ലേ? അപ്പം എനിക്ക് എന്ത് സംഭവിച്ചാലും അതിൽ ഇനി എന്നെ രക്ഷിക്കാൻ താനുണ്ട് എന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ട് ഇതുവരെ തെറ്റായൊരു വാക്ക് പോലും താൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ എന്നോട് സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുന്നതിൻ്റെ കാരണം താനാടോ. അതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ നന്ദി പറയണ്ടേ അർജുൻ എന്ന് ചോദിച്ചോ. എന്തിനാ എന്നോട് എല്ലാത്തിനും നന്ദി പറയുന്നത് മീനു? തന്നെ നന്നായി നോക്കണം, പിന്നെ വിഷമിപ്പിക്കരുത്, അതെൻ്റെ കടമയല്ലേ മീനു, അതിന് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇപ്പം നീ സന്തോഷവതിയാണല്ലോ, അത് മതി, എപ്പോഴും അങ്ങനെയാവണം, അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഹാപ്പി ആയിട്ട് അർജുൻ പോവാണ്. ഒരു മിനിറ്റ് പോലെ അർജുൻ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ എപ്പോഴും സന്തോഷവതിയായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ വരെ നീ തയ്യാറാവുന്നു. അല്ല, അതിന് മാത്രമൊന്നും ഞാൻ തനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും നീ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് പോലെ തോന്നുക. എന്തുകൊണ്ടാ അർജുൻ അത് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? എന്താ മാറ്റി നിർത്താത്തത്? അല്ല, ഇതിന് മറുപടി വേണോ എന്ന് ചോദിച്ചു. വേണം. ഞാൻ തൻ്റെ ആരാ എന്ന് ചോദിച്ചു ഉടനെ അർജുൻ. അപ്പം പറയാം, മിണ്ടാതെ നിൽക്കുകയാണ്. നീ നിൻ്റെ ഉള്ളിലേക്ക് നോക്കാം, അവിടെ ഒരാളെ കാണാം, അപ്പം നിനക്ക് മനസ്സിലാവും. അതെ ഈ ഞാനായിരിക്കും, ഞാൻ തന്നെയാ നീ തന്നെയാ ഞാൻ. ഇപ്പം നിനക്ക് മനസ്സിലായി കാണും. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ മീനു എന്ന് ചോദിച്ചു. എന്നിട്ട് അർജുൻ അങ്ങ് പോയി. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി മീനു ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മീനുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അഖിലയുടെ വീട്ടിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അമൽ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പം ആരായി വന്നിരിക്കണത്?
കയറി വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്വീകരണം. അപ്പോൾ മരുമോനാകാൻ പോകണമാണല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആഹാ മുത്തശ്ശി എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത്. വാ മോനെ, നീ എന്നെ മുത്തശ്ശി എന്നൊക്കെ വിളിച്ചിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞു. വന്നിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് വന്നിരിക്കുകയാണ്. ശരിയാ, മുത്തശ്ശി പറഞ്ഞത് ശരിയാ. പക്ഷേ മുത്തശ്ശി എന്നെ മോനെ എന്ന് വിളിച്ചിട്ടും വർഷങ്ങളായില്ലേ. പിന്നെ അതിനിടയിൽ വീട്ടിൽ വന്നപ്പോൾ സോപ്പിടാനായിട്ട് ഒന്നെന്നെ വിളിച്ചിരുന്നു. ആ അല്ല, മോൻ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പിന്നെ കല്യാണ കത്ത് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഇവിടെ തരാമെന്നും കരുതി. ദാ എന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കാണ് കേട്ടോ. മാലുവും രാജേന്ദ്രനും ഒന്നും ഇവിടെ ഇല്ല, ഞാനും അഖിലയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഇവൻ. അപ്പം അഖില എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു വരുമ്പോഴത്തേനും ഇവനെയാണ് കാണുന്നത്. ഞെട്ടിപ്പോയി കേട്ടോ. അതിലേക്ക് ഇവനെ കാണുമ്പോൾ തന്നെ കലി സഹിക്കാൻ പറ്റണില്ല. അപ്പം നോക്കി എന്നിട്ട് എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു. അപ്പം ഇവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹലോ അഖില, എൻ്റെ ഭാവി വധു, എങ്ങനെ നമസ്കാരം ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ നിൽക്കുകയാണ്, നോക്കി കലി പൂണ്ട നിൽക്കുകയാണ്. എന്താടി നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കണത് എന്ന് ചോദിച്ചു. അവനിവിടെ കല്യാണ കത്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാ. നീ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ, മുത്തശ്ശനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക, മുത്തശ്ശനെ കൊണ്ട് കൊടുത്താൽ മതി. ഒറ്റ വീക്കേ വെച്ച് തരും കേട്ടോ, നിനക്ക് എടുത്തോണ്ട് കൊടുക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ അഖില പിന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. നീ കൊടുത്തച്ചാൽ മതി, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പം നേരെ അകത്തേക്ക് കയറിപ്പോയി. അതെ, അവൾക്ക് ദേഷ്യം കൊണ്ടൊന്നും അല്ല മോനെ, നാണം കൊണ്ടാ. മനസ്സിലായി, മോൻ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പം നിനക്കെന്നെ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം, നിനക്കിനി രക്ഷയില്ലാടി, എൻ്റെ കൂടെ നീ ജീവിച്ചേ പറ്റുള്ളൂ, ആണിയിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കും നിൻ്റെ ഇനി ജീവിതം, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അഖില നിവർത്തിയില്ലാതെ ജ്യൂസൊക്കെ ആയിട്ട് വരികയാണ്. ദാ എന്നുള്ള മട്ടിൽ നീട്ടി. അല്ല, നീ എന്താടി ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴത്തേനും, അല്ല ആദ്യ രാത്രിയിൽ നീ ഇതുപോലെ പാലുമായിട്ട് മണിയറയിലേക്ക് വരും, അന്നുണ്ടല്ലോ നിന്നെ ഞാൻ എൻ്റെ ഈ 2 കൈകളിലെടുത്ത് എൻ്റെ കട്ടിലേക്ക് ഞാൻ എറിയും എന്ന് പറഞ്ഞു. അതെ, ആദ്യ രാത്രി നമുക്കൊന്ന് ആഘോഷാക്കണ്ടേടി എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ പോകാൻ തുടങ്ങിയപ്പോൾ ഇവളുടെ കൈക്ക് കയറി പിടിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തമായി കേട്ടോ. വിടില്ലടി, നിന്നെ ഞാൻ വിടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് നേരെ ജ്യൂസ് ഗ്ലാസ് പൊട്ടിയിട്ടോ. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അത് പിന്നെ ജ്യൂസ് കയ്യിൽ നിന്ന് താഴെ വീണതാ മുത്തശ്ശി. ഓ അത്രയേ ഉള്ളൂ, അത് സാരമില്ല, വേറൊരെണ്ണം എടുക്കാം, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ എന്ന് അഖിലോട് പറയണം. അഖിലയുടെ ഡ്രസ്സിലൊക്കെ വീണു കേട്ടോ. അപ്പോഴത്തേനും നിൽക്കുകയാണ്, ഞാൻ അവന് ജ്യൂസ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അല്ല, അവളുടെ ഡ്രസ്സിൽ എങ്ങനെയാണ് വീണത് മോനെ എന്നിങ്ങനെ മുത്തശ്ശി ചോദിച്ചപ്പോഴത്തേനും അത് അശ്രദ്ധ, അല്ലാതെ എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു. അപ്പോൾ അഖില ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരവസ്ഥയിൽ. എന്നിട്ട് അഖില നേരെ കയറിപ്പോയി. അപ്പം മുത്തശ്ശി പറയുകയാണ്, നീ ഇവിടെ നിൽക്കുക, ഞാൻ നിനക്ക് ജ്യൂസ് എടുത്തിട്ട് വരാട്ടോ കുടിക്കാൻ, ഇവിടെ നിൽക്കും മോനെ എന്ന് പറഞ്ഞിട്ട്. കല്യാണമൊന്ന് കഴിഞ്ഞോട്ടടി, നിൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് തരാം എന്നുള്ള മട്ടിൽ. പിന്നെ നമ്മൾ കാണുന്നത് അഞ്ജലീനെയാണ്. അപ്പോൾ കാഞ്ചനയും കാണാം കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ ഇങ്ങനെ പുഴയോരത്ത് എത്തിയിരിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഈ 10 ദിവസത്തിനുള്ളിൽ അവളെ പുറത്താക്കാമെന്ന് മീനുവിനെ. അപ്പോൾ അതും നടന്നില്ല. അവളെ പിടിച്ച് ഞങ്ങൾ പുറത്താക്കിയതായിരുന്നു, പക്ഷെ അത് ആ സമയത്താണ് അവൻ താലിയായിട്ട് വന്നതും താലി കെട്ടിയതും. ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല അഞ്ജലി. അവളുടെ ശല്യം ഒഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാനും അമ്മയും. പക്ഷേ ആ സന്തോഷത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാനാ, മീനുവിനെ തുരത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തോ അപ്പോഴൊക്കെ അർജുൻ അതിടപെട്ട് അവളെ രക്ഷിച്ചു. നമ്മൾ കരുതുന്നതിനപ്പുറമാ അവളോടുള്ള അവൻ്റെ സ്നേഹം, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.